ന്യൂസ് 16 കേരള. റമദാൻ വ്രതശുദ്ധിയിൽ തനിമ കുവൈത്ത് സൗഹൃദ തനിമ 2024 ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. കുവൈത്തിലെ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മയായ തനിമ 20 വർഷമായി റമദാൻ നോമ്പ് കാലത്ത് നടത്തി വരാറുള്ള ഇഫ്താർ വിരുന്നായ സൗഹൃദ തനിമ ഈ വർഷവും ഏപ്രിൽ 5-ാം തീയതി യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. ആസൂത്രണ മികവ് കൊണ്ടും മികച്ചു നിന്ന ഈ വിരുന്നിൽ കുവൈത്ത് ട്രാൻസ്പ്ലാന്റ് സൊസൈറ്റി പ്രസിഡന്റും കുവൈത്ത് ഓർഗൻ പ്രോക്യൂർമെന്റ് തലവനുമായ ഡോക്ടർ മുസ്തഫ അൽ മസാവി മുഖ്യ അതിഥിയായിരുന്നു. സൗഹൃദ തനിമ കൺവീനർ ഹബീബുള്ള മുട്ടിച്ചൂറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പ്രോഗ്രാം കൺവീനർ ഡൊമിനിക് ആന്റണി സ്വാഗതം ആശംസിച്ചു. തനിമ ജനറൽ കൺവീനർ ഷൈജു പള്ളിപ്പുറം ആമുഖ പ്രസംഗാനന്തരം ഡോക്ടർ മുസ്തഫ മസാബി യോഗം ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചു. തുടർന്ന് തനിമ പുതുതായി ആസൂത്രണം ചെയ്യുന്ന കാരുണ്യ തനിമയുടെ ഉദ്ഘാടനം ഡോക്ടർ നിർവഹിച്ചു. കുവൈത്തിൽ നിന്നും ഉപരിപഠനത്തിനായി നാട്ടിലേക്ക് പോകുന്ന ഏഞ്ചലിൻ ഷാ ജേക്കബ്, നെവിൻ ജോൺ അലക്സ്, ബ്രയാന തെരേസ തോമസ് എന്നീ കുട്ടി തനിമാംഗങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ കൈമാറി. KMRM സ്പിരിറ്റൽ ഡയറക്ടർ റവാഫ ജോൺ തുണ്ടിയത്ത്, കോർ എപ്പിസ്കോപ്പ സാരഥി കുവൈറ്റ് പ്രസിഡന്റ് KR അജി, മതപണ്ഡിതനായ ഫൈസൽ മഞ്ചേരി എന്നിവർ ഇഫ്താർ സന്ദേശം നൽകി. BEC എക്സ്ചേഞ്ച് CEO മാത്യു വർഗീസ്, മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് CEO ഡോക്ടർ ഹംസ പയ്യന്നൂർ, ഗൾഫ് വെറ്ററൻസ് സ്റ്റാൻഡിംഗ് കമ്പനി CEO KS വർഗീസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. സൗഹൃദ തനിമ ജോയിന്റ് കൺവീനർ TK ഷംസുദ്ദീൻ യോഗത്തിൽ നന്ദി അറിയിച്ചു. ന്യൂസ് 16 കുവൈത്ത്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.